താങ്കൾ സുന്നിയാണ് എന്നുള്ളതിൻ്റെ തെളിവ് എന്താണ്? ഞാൻ എന്നെ കണ്ടില്ലെങ്കിൽ ഇങ്ങനെ തലയിൽ കെട്ടി താടിയൊക്കെ വെച്ച് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ലൈറ്റെല്ലാം കൂടി ഉണ്ടായിട്ട്. സുന്നിയല്ലാത്ത ഒരാളിങ്ങനെ ചെയ്യുമോ? പിന്നെ നിങ്ങൾ എന്നോടായത് ചോദിക്കുന്നതിന് പകരം ഞാൻ എന്നെ ന്യായീകരിച്ചല്ലേ പറയുള്ളൂ. ആയിരക്കണക്കിന് കുട്ടികൾ എൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ചോദിക്കുക, ആൺകുട്ടികളോടും പെൺകുട്ടികളോടും സുന്നി വിരുദ്ധമായ വല്ല ആചാരാനുഷ്ഠാനങ്ങൾ വല്ല നയസമീപനങ്ങളും നിങ്ങളുടെ ഗുരുനാഥന്മാരിൽ ഒരാളായ ഹക്കീം ഫൈസിയിൽ നിന്നുണ്ടായിട്ടുണ്ടോ നിങ്ങൾ അവരോട് ചോദിക്കുക. ഇതൊക്കെ ഉന്നയിക്കേണ്ട കാര്യമില്ല. കാരണം ഇവരുടെയൊക്കെ മക്കൾ, പേരമക്കൾ, പെങ്ങന്മാരുടെ മക്കൾ, ഉടയവർ, ശരിക്കും പറഞ്ഞാൽ സമസ്തയിൽ ഇന്നുള്ള കുറച്ച് നേരത്തെയുള്ള കുറച്ച് പറയാനുള്ളവരുണ്ട്, പറയും വേണ്ട, അവരോട് ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാൾ ഈ വാഫി വഫിയ കോളേജുകളിൽ പ്രധാനമായും സമസ്ത ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം, സമസ്തയിൽ ഒരു വിഭാഗം ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് വാഫി വഫിയ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ആരും തന്നെ സമസ്തയുടെ പ്രസ്ഥാനങ്ങളിലേക്ക്, SKSS പോലുള്ള പ്രസ്ഥാനങ്ങളിലേക്കോ സമസ്തയുടെ രീതികളിലേക്കോ അല്ല പോകുന്നത്, അവർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്കാണ് പോകുന്നത്. സ്വാഭാവികമായും ശുദ്ധ പിന്നെ അസംബന്ധമാണ് എന്നാണ് പറയേണ്ടത്. ആ വാക്ക് എങ്ങനെ മയപ്പെടുത്തണം എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇതിന് തെളിവ് പറയാം. ഇപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളാണല്ലോ ഇതിനെ ആൻസർ ചെയ്യേണ്ടത്. ഈ പ്രശ്നം ഏതാണ്ട് 2 കൊല്ലം മുമ്പ് വരുന്ന സമയത്ത് വാഫി അലുമിനി സമസ്തക്ക് നേരിട്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്തിൽ അവർ പറയുന്നത് 600-ലേറെ പിന്നെ കുട്ടികൾ, ഞങ്ങളുടെ സഹോദരന്മാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴ്ഘടകങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യുന്നാൽ പിന്നെ സെക്രട്ടറി, പ്രസിഡന്റ്, ഖജാൻജി ഇങ്ങനെയുള്ള പൊസിഷനുകളിലുണ്ട്. 600-ലേറെ പിന്നെ ഇല്ലയെന്ന് ആരെ പറഞ്ഞു? സമസ്തയുടെ പിന്നെ കക്കാട് വെച്ച് നടന്ന സമ്മേളനമുണ്ട്, 85-ലാണെന്ന് എൻ്റെ ഓർമ്മ. ഈ സമ്മേളനത്തിന് പ്രഭാത സമയത്ത് പോസ്റ്റർ ഒട്ടിക്കാൻ നടക്കുന്ന ഒരു കുട്ടി, പൂക്കിപ്പറമ്പുകാരൻ സുലൈമാൻ, ജീപ്പ് അപകടത്തിൽ മരിച്ചു. ഞങ്ങൾ ജീവൻ കൊടുത്ത ആൾക്കാരാണ്. ആരാണ് ഇതൊക്കെ പറയുന്നത്? ഈ സമസ്ത സുന്നി എന്നൊക്കെ പറയുന്നത് ആർക്കെങ്കിലും പേറ്റൻ്റ് ഉള്ള കാര്യമാണോ? ശംസുൽ ഉലമ ശൈഖുന അബുദാബിയിൽ വരുന്ന സമയത്ത് സ്വീകരണത്തിന് വേണ്ടി ഏർപ്പെടുത്തിയ കമ്മിറ്റിയുടെ കൺവീനറായിരുന്നു ഞാൻ സുന്നിയല്ല എന്നോ? ഞാൻ സുന്നിയാണ്. ഇനി ഇവരെല്ലാവരും കൂടി എന്നെ സുന്നിയല്ല എന്ന് പറഞ്ഞിട്ട് പുകച്ച് പുറത്താക്കാനൊന്നും പറ്റില്ല. ഞാൻ സുന്നി തന്നെയാണ്. ഈ വാഫി വഫിയ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ സമസ്തയുടെ പണ്ഡിതന്മാരായിട്ടുള്ള മുഷാവറ അംഗങ്ങളെ സൈബർ ഇടങ്ങളിൽ തെറി വിളിക്കുകയാണ്, അവരെ മോശമായി ചിത്രീകരിക്കുകയാണ്. അതിൻ്റെ ഉത്തരവാദിത്വവും അതിർശരിക്കാണെന്നുള്ളതാണ് മറ്റൊരു ആരോപണം. അല്ല, ഇത് നിങ്ങൾ ഒരു പറഞ്ഞ കാര്യമുണ്ടല്ലോ, എന്നുവെച്ചാൽ ലഡു വിതരണം, ഞാൻ പ്രമേഹരോഗിയാണ്, ഞാൻ ലഡു ഒന്നും കഴിക്കാറില്ല. അപ്പോൾ അവിടെ ലഡു വിതരണം നടത്തിയതിന് ഞാൻ ഉത്തരവാദിയാണ് എന്നതുപോലെ ഒരു വർത്തമാനമേ ഉള്ളൂ. എന്തെങ്കിലും അനിഷ്ടം ഏതെങ്കിലും സ്കൂളിൽ ഉണ്ടായാൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി മറുപടി ഇന്നലെ പറഞ്ഞല്ലോ നിങ്ങളോട്, അർത്ഥശൂന്യമായ വർത്തമാനമാണ്. അപ്പോൾ പിന്നെ ഇവരൊക്കെ അർത്ഥശൂന്യമായ വർത്തമാനം പറയുമെന്നാ വലിയ ചോദ്യമായിരിക്കും അത്. അങ്ങനെ അതുകൊണ്ടാണല്ലോ ശുദ്ധീകരണ ആവശ്യമാണെന്ന് പറയുന്നത്. അർത്ഥശൂന്യമായ വർത്തമാനം പറയുക, തീരുമാനം ഇന്നതാണെന്ന് പത്രക്കാരോട് പറയുക, കുറച്ച് കഴിഞ്ഞാൽ വേറെ പ്രസ്താവന ഇറക്കുക, എന്നിട്ട് മുഷാവറ മെമ്പർമാർ തമ്മിൽ അതല്ല ശരി ഇതല്ല ശരി എന്ന് പറഞ്ഞ് പിന്നെ പരസ്പര വിരുദ്ധ പ്രസ്താവനകൾ ഇറക്കുക, തലക്കെട്ട് തല്ലി തെറിപ്പിക്കുക. ഇവർ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങേറ്റത്തെ വേദന ഉണ്ട്. ഈ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾക്ക് താങ്കളോട് പ്രത്യേക ഒരു സ്നേഹവും മമതയൊക്കെ ഉണ്ട്. അത് വലിയ ആളുകൾക്കൊക്കെ അങ്ങനെയാണ്. താങ്കൾ ഇപ്പോൾ ചെല്ലുകയാണെങ്കിൽ നിങ്ങളോട് എന്തോ ഒരു പ്രത്യേക സ്നേഹമുണ്ട് അദ്ദേഹത്തിന്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും തോന്നും. അങ്ങനെ എല്ലാവർക്കും തോന്നും. അതുകൊണ്ടാണ് അവർ എല്ലാവരുടെയും പ്രിയങ്കരായ ആൾക്കാരായി തീർന്നത്. പക്ഷേ ജിഫ്രി തങ്ങൾക്ക് അങ്ങനെ ഒരു സ്നേഹം കാണുന്നില്ല. നമ്മളിപ്പോൾ ജിഫ്രി തങ്ങളുടെ സ്നേഹത്തെ പറ്റിയല്ലല്ലോ ചർച്ച ചെയ്യണത്. സ്വാഭാവികമായിട്ടും ഈ സമസ്തക്കുള്ളിലുള്ളൊരു വിഷയമാണെങ്കിൽ കൂടി സമസ്തക്കുള്ളിൽ ഈ സയ്യിദന്മാർ തമ്മിലുള്ളൊരു മുപ്പിളമ തർക്കം ഉണ്ടോ ശരിക്കും? ഞാൻ അതിനൊന്നും ഗവേഷണം നടത്തിയിട്ടില്ല.